നമസ്കാരം. ഇന്ന് വൺ ഇന്ത്യ മലയാളം എത്തിയിരിക്കുന്നത് ഒരു സംസ്ഥാന അതിർത്തി പ്രദേശത്താണ്. അതായത് കണ്ണൂർ ജില്ലയിലെ അതിർത്തി ഗ്രാമമായ ചെറുപുഴയിലും കർണാടകയും ബന്ധിപ്പിക്കുന്ന ഒരു പാലത്തിനടുത്താണ്. എൻ്റെ ഈ സമീപത്ത് കാണുന്ന ഈ പാലം എന്ന് പറയുന്നത് പുളിങ്ങോം ഭാഗമണ്ഡലം പാലമാണ്. ഈ പാലം ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലാണ്. എൻ്റെ ഇപ്പുറം തൊട്ട് കാണുന്ന ഈ പ്രദേശം എന്ന് പറയുന്നത് കർണാടകയാണ്. അപ്പോൾ ഈ കർണാടകത്തെയും കേരളത്തെയും ബന്ധിപ്പിക്കുന്ന ഭാഗമണ്ഡലം പാലത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 2005 പണി കഴിപ്പിച്ച ഈ പാലം കർണാടക സർക്കാർ, ഇത് കർണാടക വനാതിർത്തി ആയതുകൊണ്ട് തന്നെ ഇതുവരെ ആ റോഡ് തുറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിലേക്കുള്ള യാത്ര ഇപ്പോൾ ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലാണ് നിലവിൽ ഉള്ളത്. അതായത് ഈ പ്രധാന തീർത്ഥാടക കേന്ദ്രമായ കണ്ണൂർ ജില്ലയിലെ തന്നെ മാടായിക്കാവ്, രാജരാജേശ്വരി ക്ഷേത്രം, അതുപോലെ തന്നെ പ്രധാന ഒരു മുസ്ലിം തീർത്ഥാടന കേന്ദ്രം തന്നെയാണ് ഇവിടെ അടുത്തുള്ള ഈ പുളിങ്ങോം എന്ന് പറയുന്നത്. ഈ പുളിങ്ങോം മക്ക മുറൂസിലേക്ക് നിരവധി മുസ്ലിം വിശ്വാസികളൊക്കെ കടന്നു വരുന്നൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ നമ്മുടെ കർണാടകയിലെ തലക്കാവേരി ക്ഷേത്രം, അതായത് ഈ പിതൃദർപ്പണത്തിനും മറ്റും തീർത്ഥാടകർ ധാരാളമായി, കേരളത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള തീർത്ഥാടകർ ധാരാളമായി പോകുന്ന ഈ കർണാടകയിലെ ഈ തലക്കാവേരി ക്ഷേത്രം, ഒപ്പം തന്നെ കുടകിലെ എരുമാട് മക്ക എന്നിവയൊക്കെ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പാലം തുറക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ കർണാടക ഈ വനമേഖല റോഡ് തുറക്കുകയാണെങ്കിൽ കണ്ണൂരിൽ നിന്നവർക്കും അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ളവർക്കും കർണാടകയിൽ നിന്നുള്ളവർക്കും എളുപ്പത്തിൽ എത്താൻ പറ്റുന്നൊരു സ്ഥലം. കർണാടകയിൽ നിന്നുള്ളവർക്കും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ളവർക്കും എളുപ്പത്തിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് ഇത്. ഇപ്പോൾ 18 കിലോമീറ്റർ മാത്രമാണ് ഇതിലേക്കൂടി സഞ്ചരിച്ച് നമുക്കിപ്പോൾ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എത്തുന്ന 18 കിലോമീറ്റർ ദൂരം. എന്നാൽ ഇപ്പോൾ ഈ പാലം അല്ലെങ്കിൽ ഈ വഴി കർണാടക സർക്കാർ തുറക്കാത്തത് കൊണ്ട് ഇപ്പോൾ 88 കിലോമീറ്ററോളമാണ് വിശ്വാസികൾക്കൊക്കെ സഞ്ചരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുള്ളത്. ഏതായാലും ഇതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ഒരു കാഴ്ചകളിലേക്ക് നമുക്കന്ന് അങ്ങോട്ട്, ഈ റിസർവ്ഡ് ഫോറസ്റ്റാണ്, അതിലേക്ക് പ്രവേശനമില്ല എങ്കിലും അവിടെ ഒരു ചെറിയൊരു അതിർത്തിയുണ്ട്, ചങ്ങല കൊണ്ട് ഗേറ്റൊക്കെ കെട്ടിയ ഒരു സ്ഥലമുണ്ട്. നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കിയിട്ട് ഇതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ ആ പാലത്തിന് അടുത്ത് നിന്ന് ഏകദേശം ഒരു 100-150 മീറ്റർ സഞ്ചരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ് ഈ സ്ഥലം. ഇവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം കർണാടക ഫോറസ്റ്റാണ്. അകത്തേക്ക് നമുക്ക് പ്രവേശനമില്ല. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് തന്നെ കർണാടക ഫോറസ്റ്റിൻ്റെ റേഞ്ചറും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പ്രവേശിക്കുന്നത് എന്തായാലും ശിക്ഷാർഹം തന്നെയാണ്. അപ്പോൾ ഏതായാലും ഇവിടെ താമസിക്കുന്ന ഒരു ചേട്ടൻ നമ്മളോടൊപ്പം ഇപ്പം ചേരുന്നുണ്ട്. എന്താണ് ചേട്ടൻ്റെ പേരെന്താ? ബാലകൃഷ്ണൻ ചേട്ടൻ. അപ്പോൾ ബാലകൃഷ്ണൻ ചേട്ടൻ എത്ര കാലം ഇവിടെ താമസിക്കാൻ തുടങ്ങി? ഞാൻ എൻ്റെ മകളെ ഭർത്താവ് ഇവിടുത്തെ സ്റ്റാഫാണ്. അങ്ങനെ വല്ലപ്പോഴും വന്ന് ഇങ്ങനെ താമസമുണ്ട്. എന്നാലും വന്നാലും ഒരു 15 ദിവസം 20 ദിവസം താമസം ഉണ്ടാവും. എവിടെയാണ് ശരിക്കും സ്ഥലം? എവിടെയാണ് ശരിക്കും? ഭീമനടി എൻ്റെ താമസം. കാസർഗോഡ് ജില്ല. ഓക്കെ. ഈ മകളുടെ ഭർത്താവ് ഇവിടുത്തെ ഫോറസ്റ്റ് സ്റ്റാഫ്. ഇതിനപ്പുറം നമുക്ക് പ്രവേശനം ഉണ്ടോ ശരിക്കും? ഇതിന് ഇപ്പം മഴയും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് ആന ഇറങ്ങുന്ന സ്ഥലം, അതുകൊണ്ട് പ്രവേശനം. അല്ലെങ്കിലും വേനക്ക് പൊതുവേ പ്രവേശനം ഇല്ല. ആർക്കും അകത്തേക്ക് കടക്കാൻ പറ്റില്ല അല്ലേ? ഇല്ല. ഓക്കെ. ഇവിടെ എത്ര കുടുംബങ്ങളുണ്ട് ഇപ്പോൾ താമസിക്കുന്നത്? ഇവിടെ ഇപ്പം ഗാർഡ്, ഫോറസ്റ്റ്, പിന്നെ റേഞ്ചർ, അങ്ങനെ കുറച്ച് ആൾ, പിന്നെ 1-2 സ്റ്റാഫ്. അവർ 2-3 കുടുംബം ഇവിടെ അടുത്തടുത്ത് താമസമുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പോൾ ഒരു 1 കിലോമീറ്റർ അടുത്ത് ഒരു കോളനി ഉണ്ട്, ആദിവാസി കോളനി. അവർക്ക് പിന്നെ എപ്പോഴും സമയം പോകാൻ വരികയും ചെയ്യാം. അവർക്ക് മാത്രമാണ് പ്രവേശനം. 8 കുടുംബങ്ങളാണ്. ഇതിലെ കൂടി ഏകദേശം എത്ര കിലോമീറ്റർ നമുക്ക് കർണാടക തലക്കാവിൽ എത്താൻ എളുപ്പമാണോ? ഇതിലെ കൂടി കൃത്യമായി ചോദിച്ചാൽ എളുപ്പമാണ്. മുൻപേ നടന്നു പോകുന്ന സ്ഥലമാണ്. അമ്പലത്തിൽ പിന്നെ ഒരുപാട് പൂജാരികളെല്ലാം കുളിച്ചു തൊഴാനും അങ്ങനെ തലക്കാവേരി പോകുന്ന വഴിയാണ്.
അപകടം കഴിഞ്ഞതിന് ശേഷം ഒരു എന്താ അപകടമായിരുന്നു? വണ്ടി മറിഞ്ഞിട്ട് കുറേ ആൾ മരിക്കാനും അതിന് ശേഷം അങ്ങനെ ജീപ്പ് ജീപ്പ് അതിന് ശേഷം ആരും അങ്ങനെ കടത്തി വിടുന്നില്ല. കർണാടക ഫോറസ്റ്റുകാരാണ് കടത്തി വിടാത്തത്. അപ്പോൾ ഇതിൽ ഇപ്പം പ്രധാന മുസ്ലിം തീർത്ഥാടന കേന്ദ്രമായ എരുമാട് മക്കാമിലേക്കൊക്കെ എളുപ്പമാണ് ഇതിൽ വഴി. എരുമാട് ഇത് അക്കരെ വഴിയാണ് മിക്കവാറും പോക്ക്. കുടക് വഴി തന്നെ. ഇത് വിരാജപേട്ട സർക്കാരിൻ്റെ ഇതിൻ്റെ കീഴിലാണ് ഫോറസ്റ്റിൻ്റെ. ശരി. പിന്നെ ഇതുവഴി എളുപ്പം തന്നെയാണ് കർണാടകത്തിലേക്ക് എളുപ്പം തന്നെയാണ്. ചുറ്റി സഞ്ചരിക്കേണ്ട കാര്യമില്ല. ഇല്ല. ഇത്രയും ചുറ്റു കുറവാണ്. തലക്കാവേര് എന്നായിരുന്നു അതിൽ ഭാഗം കൊണ്ടെല്ലാം ഇങ്ങനെ അങ്ങ് പോകാൻ എളുപ്പമാണ്. ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഏകദേശം 18 കിലോമീറ്ററോളമാണ് വ്യത്യാസം വരുന്നത്. മറ്റ് വഴിയിലൂടെ നമ്മളിപ്പോൾ സഞ്ചരിക്കുകയാണെങ്കിൽ 88 കിലോമീറ്ററോളം വരുമെന്നാണ് പറഞ്ഞത്. അതിപ്പം 18 കിലോമീറ്ററിലേക്ക് ചുരുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഈ റോഡ് തുറന്നു കഴിഞ്ഞാൽ ഉണ്ടാകുക. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ 8ഓളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് വനം വകുപ്പിൻ്റെ ഓഫീസാണ്, കർണാടക വനം വകുപ്പിൻ്റെ ഓഫീസാണത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ താമസിക്കുന്നതിൽ ഏറെയും ഇവിടുത്തെ വർക്ക് ചെയ്യുന്നവരുടെ, അതായത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വർക്ക് ചെയ്യുന്നവരുടെ കുടുംബങ്ങൾ മാത്രമാണ്. കൂടാതെ തൊട്ടപ്പുറത്തിന് ആദിവാസി കോളനികളുമുണ്ട്. അവർക്ക് മാത്രമാണ് ഇതിനകത്തേക്ക് പ്രവേശനമുള്ളത്. ബാക്കി ഒരാൾ പോലും ഇതിനകത്തേക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല. കാരണം പണ്ട് കാലത്ത് അത് കച്ചവടക്കാരായാലും തീർത്ഥാടകരായാലും പണ്ട് കാലത്ത് നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. തുടർന്ന് ജീപ്പ് സഫാരിയുമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവർ പറയപ്പെടുന്നത്. ഒപ്പം തുടർന്ന് ഒരു വലിയൊരു ദുരന്തം, ഒരു അപകടം സംഭവിക്കുകയും അതിനുശേഷം ഇത് മൊത്തമായി അടച്ചിടുകയുമായിരുന്നു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിരുന്നെങ്കിലും അതിലൊന്നും ഒരു ഫലവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയായിരുന്നു മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ഒരു പാത തുറന്നു കഴിഞ്ഞാൽ കർണാടകക്കും കേരളത്തിനും വമ്പൻ വികസന സാധ്യതകൾ ഉൾപ്പെടെ തുറക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങും. അതായത് ടൂറിസത്തിൻ്റെ കാര്യത്തിലായാലും മറ്റേത് കാര്യത്തിലായാലും, ഇപ്പോൾ നമ്മുടെ കണ്ണൂർ ഇൻ്റർനാഷണൽ വിമാനത്താവളത്തിലേക്കും ഒപ്പം തന്നെ കണ്ണൂർ മെഡിക്കൽ കോളേജ് തുടങ്ങിയ സാഹചര്യങ്ങളിലേക്ക് നീങ്ങാം. ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട് നിരവധി, അവിടേക്കൊക്കെ പോകാൻ. ഇപ്പോൾ കർണാടകയിലേക്ക് നോക്കുകയാണെങ്കിൽ കർണാടകയിലെ തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റ് മംഗലാപുരം എയർപോർട്ടുണ്ട്. അതുപോലെ തന്നെ മംഗലാപുരത്തിൻ്റെ ഹോസ്പിറ്റലുകളുണ്ട്. കുടകിലെ കർണാടകയിലെ ഒരു പ്രധാന ടൂറിസം കേന്ദ്രം തന്നെയാണ് കുടക്. അവിടേക്കൊക്കെ പോകാനും അതിൻ്റെ ട്രക്കിംഗ് ആസ്വദിക്കാനും ഒക്കെ ഒരു ടൂറിസം കേന്ദ്രം തന്നെ തുറക്കാൻ സാധിക്കും. അത് കർണാടകത്തിനും കേരളത്തിനും ഒരുപോലെ ഫലം ചെയ്യും എന്ന് തന്നെയാണ് കണക്കുകൂട്ടേണ്ടത്. അപ്പോൾ തീർത്ഥാടന കേന്ദ്രങ്ങൾക്ക് മാത്രമല്ല, ബംഗളൂരുവിലേക്കും നിരവധി പേരാണ് കണ്ണൂർ ജില്ലയിൽ നിന്നുൾപ്പെടെ ജോലിക്കായും മറ്റ് ആവശ്യങ്ങൾക്കായി പോകുന്നത്. ഏകദേശം 110 കിലോമീറ്റർ ലാഭിക്കാം ഈ ഒരു വഴി തുറന്നു കിട്ടുകയാണെങ്കിൽ. അതുപോലെ തന്നെ എല്ലാവർക്കും ഉപകാരപ്പെടുകയും ചെയ്യും. ഫൈസൽ അസീസ്, വൺ ഇന്ത്യ മലയാളം, കണ്ണൂർ.